റിപ്പോർട്ട് ബിഗ് ഇംപാക്ട്. ബസ്സുകളുടെ മത്സരയോട്ടം ഇല്ലാതാക്കാൻ ഗതാഗത മന്ത്രിയുടെ ഇടപെടൽ. ഓരോ പോയിന്റിലും ജിയോ ഫെൻസിംഗ് ഏർപ്പെടുത്തുമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. QR കോഡ്, ചിപ്പ് എന്നിവ ഉപയോഗിക്കും. 3-ൽ 2 സംഘടനകളുമായി ധാരണയുണ്ടാക്കി. ഉത്തരവ് ഉടൻ പുറത്തിറങ്ങുമെന്നും മന്ത്രി വ്യക്തമാക്കി. ബസ്സുകളുടെ അമിത വേഗത്തിൽ പോലീസ് ഇടപെടണമെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ശ്രീ കെ.ബി. ഗണേഷ് കുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. മത്സരയോട്ടത്തിന് ഒരു കുറവുമില്ല, താലങ്ങും വിലങ്ങും ഓടുകയാണ് മലബാറിൽ ഉൾപ്പെടെ. കർശനമായ നടപടിയെടുക്കാൻ വരെ പോലീസിൻ്റെ കൂടി സഹായം ആവശ്യമാണ്. പോലീസ് കൂടി രംഗത്ത് വന്നാൽ മാത്രമേ ഇത് കുറയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഉടമസ്ഥരോടൊക്കെ ഞാൻ പറഞ്ഞു കുറയ്ക്കണം. പക്ഷേ എന്തായാലും നമ്മളൊരു ജിയോ ഫെൻസിങ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. വണ്ടികൾ ടൈം തെറ്റിച്ച് ഓടുകയാണ്. അഡ്വാൻസ് ചെയ്ത് ഓടിയിട്ട് പണം കൂടുതലുണ്ടാക്കാവുന്ന ധാരണയിൽ ഒരു മത്സര ഓട്ടം നടത്തുകയാണ്. അപ്പോൾ അത് കുറയണമെങ്കിൽ ജിയോ ഫെൻസിങ് ഉണ്ടാകണം. വണ്ടി കൃത്യമായ സ്ഥലത്ത് കൃത്യമായ പഞ്ചിങ്, ഒരു QR കോഡ് വെച്ചിട്ട് അതിനെ ഒരു ചിപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി 2 കോടി രൂപ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഭാഗമായിട്ട് അനുവദിച്ചാണ്. അതിനൊരു ജിയോ ഫെൻസിങ് ഏർപ്പെടുത്തുന്നു. അതുകൂടാതെ പ്രൈവറ്റ് ബസ് ഉടമകൾ പാലക്കാട് മുതൽ തൃശ്ശൂർ വരെ ഉള്ള ഭാഗത്ത് ജിയോ ഫെൻസിങ് അവരുടെ ചെലവിൽ ചെയ്യും. അപ്പോൾ ടൈം തെറ്റിക്കുന്നവർക്ക് അവർക്കൊരു ഫൈൻ അടിക്കും. ആ ഫൈൻ അവരുടെ സംഘടനയ്ക്കായിരിക്കും. അങ്ങനെ അവർ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. 3 സംഘടനകളിൽ 2 സംഘടനകളിൽ ധാരണ എത്തുകയും RTO അറിയിച്ചിട്ടുണ്ട്. 3ാമത്തെ സംഘടനയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് നടപടിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പാലക്കാട് RTOയ്ക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി വേഗത്തിൽ പോയിട്ടും കാര്യമില്ല, കാരണം ആ പോയിന്റ് നേരത്തെ പാസ് ചെയ്താൽ ഫൈനാണ്. അവർ ചെയ്യാൻ തയ്യാറാത്തടത്ത് നമ്മൾ വയ്ക്കും, നമ്മൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഫൈൻ അടിക്കും. ആ ഫൈൻ ഗവൺമെൻറ്റിലേക്ക് വരും. മത്സരയോട്ടം കുറയ്ക്കാൻ നിർദ്ദേശം കൊടുക്കേണ്ടത് ഉടമകളാണ്. ഈ ടൈം മാറ്റാൻ പോവുകയാണ്. അതായത് നഗരങ്ങളിൽ 5 മിനിറ്റ് ഗ്യാപ്പിൽ ഒരു ബസ്സും ഗ്രാമപ്രദേശങ്ങളിൽ 10 മിനിറ്റ് ഗ്യാപ്പിൽ ഒരു ബസ്സും ഓടിക്കുക എന്നുള്ളതാണ്. അതും സംഘടനകളുടെ ചർച്ചയിൽ അവർ സമ്മതിച്ചിട്ടുണ്ട്. കാരണം അവർക്കും അനാവശ്യമായ മത്സരം കൊണ്ട് ഗുണം ചെയ്യില്ല. ഇപ്പോൾ 10 മിനിറ്റ് ഗ്യാപ്പ് കിട്ടിയാൽ വീടുകളിൽ നിന്ന് ആൾക്ക് വന്ന് നിൽക്കാൻ സമയം കിട്ടും. ഇപ്പോൾ ഒരു ബസ് പോയി, ആ ബസ് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് വണ്ടി വരും എന്ന് യാത്രക്കാരന് ഉറപ്പുണ്ടെങ്കിൽ അവർ വരും. അപ്പോൾ അവർക്കും കളക്ഷൻ കിട്ടും. ഈ മത്സരത്തിൻ്റെ ആവശ്യമില്ല. ആദ്യം വന്ന ആൾ 10 മിനിറ്റ് മുമ്പേ പോയി, അടുത്ത ആൾ 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും യാത്രക്കാരനെ കിട്ടും അവിടെ ആ സ്റ്റാൻഡിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു അത്യാവശ്യമായി വരും. അതിൻ്റെ ഉത്തരവ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അത് ഉത്തരവായി പുറത്തിറക്കാൻ ഏതാനും ദിവസങ്ങളിൽ പുറത്തിറക്കണമെന്ന് ട്രാൻസ്പോർട്ട് സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. TV പ്രസാദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. TV പ്രസാദ്, മന്ത്രിയോട് ചോദിച്ചതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ മത്സരയോട്ടത്തിന് ഇപ്പോഴും യാതൊരു കുറവുമില്ല. മത്സരയോട്ടം കാരണം എത്ര ജീവനുകളാണ് പൊലിക്കിട്ടുള്ളത് എന്നുള്ളതും നമുക്ക് മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇതിലിപ്പോൾ എന്തായാലും റിപ്പോർട്ട് ബിഗ് ഇംപാക്ട്, ഒരു കൃത്യമായ ഇടപെടലിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മന്ത്രിയുടെ വാക്കുകൾ പറഞ്ഞാൽ ഇതിൽ ഒരു ഇടപെടൽ മന്ത്രിയുടെ ഭാഗത്ത് എങ്ങനെയാണ് പറയുന്നത്? ഈ ഓരോ പോയിന്റിലും ജിയോ ഫെൻസിംഗ് അടക്കം ഏർപ്പെടുത്തുമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ശ്രുതി, സമീപകാലത്ത് മത്സരയോട്ടം ഏറ്റവും സജീവമായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചത് റിപ്പോർട്ടറാണ്. കോഴിക്കോട്ടും മലപ്പുറത്തും എല്ലാം നമ്മൾ കണ്ടു. വലിയ തോതിലാണ് ആളുകൾ നമ്മുടെ ഈ വാർത്തയോട് പ്രതികരിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് വിഷയത്തിൽ ഗതാഗത മന്ത്രി ഇടപെടുന്നത്. അതിനൊരു ഉത്തരവ് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇത് എത്രത്തോളം പ്രയോഗത്തിൽ വരും അല്ലെങ്കിൽ പ്രായോഗികമാക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഇപ്പോഴും മന്ത്രിക്കുൾപ്പെടെ ആശങ്കയുണ്ട്. പക്ഷേ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് ഇപ്പോൾ മന്ത്രി പറഞ്ഞതുപോലെ ജിയോ ഫെൻസിംഗ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ഓരോ പോയിന്റിലും ബസ്സുകൾ സഞ്ചരിക്കുന്ന സമയത്ത് അതാത് പഞ്ചിങ് ഏർപ്പെടുത്തുന്നു. നേരത്തെ അത് മാനുവൽ ആയിട്ടാണെങ്കിൽ ഇന്നത് ജിയോ ഫെൻസിംഗ് സംവിധാനത്തിലൂടെ QR കോഡും അതുപോലെ ചിപ്പും ഉപയോഗിച്ച സംവിധാനം. ഏതെങ്കിലും ബസ് നേരത്തെ സമയത്തിലും നിശ്ചയിച്ച സമയത്തിലും നേരത്തെ എത്തുകയാണെങ്കിൽ അവരിൽ നിന്ന് പിഴ ഈടാക്കാനുള്ള സംവിധാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇതിലൊരു ക്രമീകരണം വരുത്തിയിരിക്കുന്നു ശ്രുതി. അതായത് നഗരപ്രദേശങ്ങളിൽ 5 മിനിറ്റ് ഇടവിട്ട് ഒരു ബസ് എന്ന നിലയിലും ഗ്രാമപ്രദേശങ്ങളിൽ 10 മിനിറ്റ് ഇടവിട്ട് ഒരു ബസ് എന്ന രീതിയിലുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അത് ബസ് ഉടമകൾക്കും നല്ലതാണ്, ജീവനക്കാർക്കും നല്ലതാണെന്ന് മന്ത്രി പറയുന്നു. വലിയ രീതിയിൽ കളക്ഷൻ കൂടാനൊക്കെ കാരണമാകും. പക്ഷേ ഇതിൽ പോലീസിന്റെ ഇടപെടൽ അടിയന്തരമായി വേണം. മാത്രമല്ല ലഹരിയുടെ ഉപയോഗമാണ് വ്യാപകമായി ഇത്തരത്തിൽ മത്സരപ്പാച്ചലിന് വഴിയൊരുക്കുന്നത്. അതുകൊണ്ട് ലഹരി നിയന്ത്രിക്കാനുള്ള പരിശോധനകളിലേക്കും കർശന നടപടികളിലേക്കും ഗതാഗത വകുപ്പ് കടക്കുകയാണ്. മന്ത്രി പറഞ്ഞനുസരിച്ചാണെങ്കിൽ 2 കോടി രൂപ ഇതിനുവേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരവ് വരുന്ന ദിവസങ്ങളിൽ ഇറക്കും എന്നാണ് പറയുന്നത്. എന്തായാലും മത്സരയോട്ടത്തിൽ ഗതാഗത വകുപ്പ് ഇടപെടുന്നു, മന്ത്രി ഇടപെടുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഒപ്പം സമീപ നാളുകളിൽ ഇത് പ്രധാന വാർത്തയാക്കിയ റിപ്പോർട്ടറിന്റെ ഒരു ഇമ്പാക്ട് കൂടിയാണ് ഈ വാർത്ത അല്ലെങ്കിൽ ഈ ഇടപെടൽ എന്നുള്ളതാണ് ശ്രുതി ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. തീർച്ചയായിട്ടും TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.